നല്ലതായാലും ചീത്തയായാലും ആ കുഞ്ഞ് എന്റെ രക്തമാ, എന്റെ സ്വന്തം ചോര. അതിനെന്ത് ദോഷമുണ്ടെങ്കിലും അത് ഞാൻ സഹിച്ചു. എന്റെ ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് വരെ ആ കുഞ്ഞിവിടെ ഉണ്ടാവുകയും ചെയ്യും. അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇനി അഥവാ അവളെ പറഞ്ഞയക്കണമെന്നുണ്ടെങ്കിൽ കൂടെ ഞാനും ഇറങ്ങേണ്ടി വരും. അയ്യോ അല്ല മോളെ, അത് അച്ഛൻ എന്നോട് ക്ഷമിക്കണം. കുട്ടികള് വീടിന്റെ മാലാഖമാരാ. പിന്നെ എങ്ങനെയാ അവര് ദുശകുനമാവുന്നത്? പിള്ളച്ചേട്ടൻ ഇവിടെ വരുന്നതിലും പോകുന്നതിലും അച്ഛനെ സഹായിക്കുന്നതിലും ഒക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ എന്റെ കുഞ്ഞിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ദയവ് ചെയ്ത് ഒരു വാക്കുപോലും പറയരുത്. ഇതെന്റെ ഒരു അപേക്ഷയാ. അവള് പറയുന്നതിലും കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. പിള്ളേ, ഇയാളോട് പോവാ ഈ സമയത്ത്? ഇയാൾ പിള്ള എന്തൊരു കഷ്ടമാ നോക്ക്. ചുമ്മാ പൊന്നി, മോള് കരഞ്ഞ പെട്ടെന്ന് വന്ന് എടുത്തേക്കണേ. കുട്ടികളുടെ കരച്ചില് എല്ലാവർക്കും ഇഷ്ടായിക്കൊള്ളണമെന്നില്ല. അല്ല, ആരുമല്ല, വെറും ഒരു ജോലിക്കാരൻ മാത്രം. ഏട്ടാ, എന്തു പറ്റി? കുറെ നേരമായിട്ട് ആലോചിച്ച് കൂട്ടുവാണല്ലോ. ഹേയ്, ഒന്നുമില്ല. ഏട്ടാ, ഫുഡ് റെഡിയാക്കി വെച്ചിരിക്കുക. ഏട്ടനോട് ചോദിച്ചിട്ട് വിളമ്പാന്ന് വെച്ചു. എന്നാ നീ വിളമ്പിക്കോ, കഴിച്ചേക്കാം. എന്താ ഏട്ടാ, ഏട്ടന്റെ മുഖം കണ്ടിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഒന്നുമില്ലെന്നേ. ഉണ്ട്, എന്തോ ഉണ്ട്. എന്താണെന്ന് എന്നോട് പറ. എന്ത് പറയാൻ? തെറ്റ് കാണിച്ചാൽ ചിലപ്പോ അമ്മമാര് നമ്മളെ വഴക്ക് പറയും. എത്ര തവണ നമ്മുടെ അമ്മ നമ്മളെ വഴക്ക് പറഞ്ഞിരിക്കുന്നു അല്ലേ? അതും കാര്യമില്ലാത്ത കാര്യത്തിന്. ഏട്ടന് ആര് വഴക്ക് പറഞ്ഞെന്ന് ഈ പറയുന്നേ? നമ്മുടെ അമ്മയോ? അമ്മയെ ഏട്ടൻ എപ്പോ കണ്ടു? എന്റെ പൊന്നേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ ചെന്ന് ചോറ് വിളമ്പിയൊക്കെ കഴിച്ചിട്ട് എവിടെയെങ്കിലും ചെന്നൊന്ന് കിടക്കണം. എന്നെ വഴക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിട്ടല്ലേ പറഞ്ഞത്. അതുകൊണ്ട് എനിക്കിതിലൊരു പരാതിയില്ല, പരിഭവമില്ല. ഞാനത് മനസ്സിൽ നിന്ന് തന്നെ എടുത്ത് കളഞ്ഞിരിക്കുന്നു.